നോട്ട് പുസ്തകം ഈ രൂപത്തിലാണ് വെക്കേണ്ടത്. ഒരു 30-40% ഇടയിൽ വലതുഭാഗത്തേക്ക് ചെരിച്ചു വെക്കണം. നേരെ വെക്കരുത്, കുത്തനെയും വെച്ച് എഴുതരുത്. എഴുത്ത് ഭംഗിയാകുന്നതിന് ഇതൊക്കെ തടസ്സമാണ്. അപ്പോൾ നോട്ട് പുസ്തകം വയ്ക്കേണ്ടത് ഈ രൂപത്തിലാണ്. ഇനി പേന പിടിക്കേണ്ടത്, പേനയാണെങ്കിലും കടലാസ് പെൻസിലാണെങ്കിലും പെൻസിലാണെങ്കിലും എഴുതുന്ന പേനയുടെ അല്ലെങ്കിൽ പെൻസിലിൻ്റെ അറ്റത്തു നിന്ന് ഏകദേശം 3 സെൻറ്റിമീറ്റർ മുകളിലായിരിക്കണം പേന പിടിക്കേണ്ടത്, പെൻസിൽ പിടിക്കേണ്ടത്. പെരുവിരലും ചൂണ്ടുവിരലും കൂടി ഇങ്ങനെ പിടിക്കുക. നടുവിരൽ ഇതിനൊരു താങ്ങായി മാത്രം വെക്കുക. എന്നിട്ട് എഴുതുക. ഞാൻ ഒരു സാമ്പിൾ എഴുതാം ഈ പറഞ്ഞ രൂപത്തിൽ. അതുപോലെ ചെറുവിരലും അതിനോടടുത്ത വിരലും പേപ്പറിൽ തട്ടാതെ മടക്കി വെക്കണം. കയ്യിൻ്റെ മണിബന്ധം മാത്രമേ എഴുതുന്ന സ്ഥലത്ത് നിലത്ത് തട്ടാവൂ, അഥവാ പേപ്പറിൽ തട്ടാവൂ. ഇതുപോലെ ഇനി ഇരിക്കേണ്ട രൂപം, എഴുതാൻ എങ്ങനെ ഇരിക്കണം? ശരിക്ക് നിവർന്നിരുന്നാണ് എഴുതേണ്ടത്. കുട്ടികളെ യാതൊരു കാരണവശാലും കുനിഞ്ഞിരുന്ന് എഴുതാൻ സമ്മതിക്കരുത്. ഇതുപോലെ. അതുപോലെ വളരെ അകലത്തിലിരുന്നും എഴുതാൻ പാടില്ല. എഴുതുന്ന വ്യക്തിയുടെ കണ്ണും എഴുതുന്ന പ്രതലവും തമ്മിൽ 30 സെൻറ്റിമീറ്റർ അകലമുണ്ടായിരിക്കണം. അതിൽ കൂടാതിരിക്കലും കുറയാതിരിക്കലുമാണ് നല്ലത്. കണ്ണും എഴുതുന്ന പ്രതലവും തമ്മിൽ 30 സെൻറ്റിമീറ്റർ അകലം. ഇതാണ് ഈ സ്കെയിൽ, ഇത് 30 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ കണ്ണും എഴുതുന്ന പ്രതലവും തമ്മിലുണ്ടാകേണ്ട അകലം 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതാൻ സമ്മതിക്കരുത്. അതുപോലെ കിടന്ന് എഴുതാനും സമ്മതിക്കരുത്. ഈ പറഞ്ഞ രൂപത്തിൽ പെൻസിലൊക്കെ പിടിച്ച് നല്ല ഭംഗിയുള്ള ഒരു